السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسول الله سيدنا محمد صلى الله عليه وسلم وآله وصحبه الفائزين برضا الله أما بعد. അഭിമന്യരായ സത്യവിശ്വാസികളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക ദിനമായ ഇന്ന് സമസ്തയുടെ ഭിതകാംക്ഷികളും പ്രവർത്തകരുമായ നമ്മുടെ സുഹൃത്തുക്കൾ വിവിധ സൽക്കർമ്മങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ആഘോഷിച്ചു വരികയാണ്. ഈ സന്ദർഭത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ഒരു ലഘു പരിചയം നടത്തുകയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉത്തമ സൃഷ്ടിയായ മനുഷ്യരുടെ ഇഹപര നന്മയ്ക്ക് വേണ്ടി സമ്പൂർണ്ണമാക്കപ്പെട്ട വിശുദ്ധ ഇസ്ലാമിൻ്റെ നിയമവ്യവസ്ഥകൾക്കും അതിൻ്റെ കർമ്മങ്ങൾക്കും ഒന്നും തന്നെ ഇനി ഒരു മാറ്റത്തിരുത്തലുകൾക്കോ കൂട്ടിച്ചേറുകൾക്കോ വിധേയമാകാത്ത വിധത്തിൽ അത് പൂർണ്ണമായി സമ്പൂർണ്ണമാക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സമ്പൂർണ്ണമാക്കപ്പെട്ട വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ നിയമങ്ങൾ, അതിൻ്റെ കർമ്മങ്ങളും അതിൻ്റെ വിശ്വാസ കാര്യങ്ങളുമെല്ലാം പ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ അനുചരനും ശിഷ്യരുമായ സ്വഹാബത്തിനെ പഠിപ്പിച്ചുകൊണ്ട് സ്വഹാബത്ത് അത് പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്തു. അങ്ങനെ പരിപൂർണ സംസ്കരണത്തിലൂടെ വിജയശ്രീലാളിതരായ ബഹുമാനപ്പെട്ട സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് വിശുദ്ധ ഇസ്ലാമിൻ്റെ തനതായ രൂപവുമായി പ്രബോധന രംഗത്ത് ഇറങ്ങി. അതിൻ്റെ ഭാഗമായി കേരളത്തിലേക്കും ബഹുമാനപ്പെട്ട സ്വഹാബത്ത് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപവുമായി കടന്നു വരികയും നമ്മുടെ പൂർവികർ അവരെ സ്വീകരിക്കുകയും അവർ കൊണ്ടുവന്നിരിക്കുന്ന സന്ദേശത്തിൽ വിശ്വസിക്കുകയും അതിൽ അംഗമാവുകയും ചെയ്തു. അങ്ങനെ ഒറിജിനൽ വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം കേരളത്തിലേക്ക് വന്നപ്പോൾ അത് സ്വീകരിക്കാൻ സൗഭാഗ്യം സിദ്ധിച്ച മഹത്തുക്കളാണ് നമ്മുടെ പൂർവികർ. ആ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം ഇവിടെ നൂറ്റാണ്ടുകളോളം നിലനിൽക്കുകയും അതനുസരിച്ച് വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ഒരു സുവർണ കാലഘട്ടമായിരുന്നു. എന്നാൽ ദൗർഭാഗ്യവശാൽ 1921 മുതൽ ചില മുബത്തദിഉകൾ എന്ന പേരിൽ അറിയപ്പെടുന്നവർ അതിൽ ചില മാറ്റങ്ങൾ വരുത്താൻ തുടങ്ങിയപ്പോൾ ശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപം ഇവിടെ നിലനിർത്തുകയും അതിലൂടെ തന്നെ സമൂഹത്തെ വഴി നടത്തുകയും ചെയ്യണം എന്ന് അക്കാലത്തുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ മനസ്സിലാക്കുകയും ആ രൂപത്തിൽ പ്രബോധനം ചെയ്യാനുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയ സംഘടനയുടെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അല്ലാഹുവിൻ്റെ തൗഫീഖോടുകൂടി ഇന്നതിൻ്റെ 100 വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും പരിചയപ്പെട്ട ഒരു മതസംഘടനയായി മാറിയിരിക്കുകയാണ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ പ്രബോധനം ചെയ്യുന്നതും ഇവിടെ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നതും വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിൻ്റെ യഥാർത്ഥ രൂപമാണ്. ശുദ്ധമാക്കപ്പെട്ട യഥാർത്ഥ ഇസ്ലാമിൻ്റെ രൂപം ഇവിടെ നിലനിന്നെങ്കിൽ മാത്രമേ ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാവുകയുള്ളൂ, ശാന്തി ഉണ്ടാവുകയുള്ളൂ. ഈ രാജ്യത്ത് സമാധാനത്തോടെ ജീവിക്കണം. ഒരു സംഘർഷവും ഇവിടെ ഉണ്ടാവാൻ പാടില്ല, ഒരു തീവ്രവാദവും ഒരു വർഗീയതയും ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്ന നിഷ്കർഷമായ തീരുമാനം ബഹുമാനപ്പെട്ട സമസ്തക്കുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ ഇവിടെ പറയുന്നത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100 വർഷത്തിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഒരു തീവ്രവാദത്തിൻ്റെയോ ഒരു വർഗീയവാദത്തിൻ്റെയോ
എന്തെങ്കിലും സംസാരങ്ങളോ എന്തെങ്കിലും നിർദ്ദേശങ്ങളോ നൽകി ഏതെങ്കിലും വിധത്തിലുള്ള ഒരു പെറ്റി കേസ് പോലും ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജനത്തിൽ നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ശാന്തിയും സമാധാനവും ഇവിടെ നിലനിൽക്കാനും സൗഹാർദ്ദം നിലനിർത്താനും ബഹുമാനപ്പെട്ട സമസ്ത എന്നും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. യഥാർത്ഥമായ ഇസ്ലാമിലൂടെ സമൂഹത്തെ നടത്തിക്കൊണ്ടുവരികയും അവർക്ക് യഥാർത്ഥ ഇസ്ലാമിൻ്റെ രൂപരേഖ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ട് ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ഉദ്ദേശ ലക്ഷ്യമാണ് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ജന്മത്തിൽ ഇരുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി വളരുന്ന തലമുറയിൽ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് അവരെ നല്ല പൗരന്മാരായി വാർത്തെടുക്കുന്നതിന് ആവശ്യമായ ഒട്ടനേകം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജന്മത്തിൽ നിന്നുള്ള ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്നു വരുന്നുണ്ട്. 11,000-ഓളം മദ്രസകൾ, ആയിരക്കണക്കിന് അറബി കോളേജുകൾ, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികൾ, സമുന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പുറമെ എഞ്ചിനീയറിംഗ് കോളേജ് അടക്കമുള്ള മതഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ വിപ്ലവം തന്നെ ഇവിടെ സൃഷ്ടിക്കുന്ന ഒരു സംഘടനയുടെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട സമസ്ത എല്ലാ വിഭാഗം ആളുകൾക്കും ആവശ്യമാകത്തക്ക വിധത്തിലുള്ള സംഘടനയ്ക്ക് രൂപം നൽകുകയും എല്ലാ വിഭാഗം ആളുകളെയും യഥാർത്ഥ ഇസ്ലാമിൻ്റെ പാന്താവിലൂടെ നയിക്കാൻ വേണ്ടി ആവശ്യമായ ക്രമീകരണങ്ങൾ ബഹുമാനപ്പെട്ട സമസ്ത ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമ ഇവിടെ വിഭാവനം ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും വലിയ ജനപിന്തുണയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയുള്ള സമസ്തയുടെ 100-ാം വാർഷികം ഇൻഷാ അല്ലാഹ് അടുത്ത 2026 ഫെബ്രുവരി 4, 5, 6, 7, 8 തീയതികളിലാണ് കാസർഗോഡ് ജില്ലയിലെ കുനിയ എന്ന് പറയുന്ന പ്രദേശത്ത് വിശാലമായ ഭൂമിയിൽ ഇൻ്റർനാഷണൽ അന്താരാഷ്ട്ര സമ്മേളനമായി കൊണ്ടാടുകയാണ്. ആ സമ്മേളനങ്ങളിൽ ഒട്ടനേകം വിവിധ പരിപാടികൾ ആവിഷ്കരിച്ച് ഈ സമൂഹത്തിന് ഉപകാരപ്രദമാകുന്ന ഒട്ടനേകം പദ്ധതികൾ ആ സമ്മേളനത്തിലൂടെ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അണിയറയിൽ അത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. സമസ്തകളുടെ ജംഇയ്യത്തുൽ ഉലമയെ ഇവിടെ എല്ലാ വിഭാഗം ആളുകളും ആദരിക്കുകയും അതിനെ സഹായിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെന്ന് മാത്രമല്ല ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള മഹത്തുക്കളായ പണ്ഡിതന്മാർ, മഹാന്മാരായ സാദാത്യങ്ങൾ, ബഹുമാനപ്പെട്ട നമ്മുടെ ഉമറാക്കൾ തുടങ്ങിയ ഒരു വലിയ സംഘം ബഹുമാനപ്പെട്ട സമസ്തയോടൊപ്പം എന്നും നിലനിന്നിട്ടുണ്ട്. സമസ്തക്ക് താങ്ങും തണലുമായി അവർ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നും അവർ ആ പാരമ്പര്യം ഇവിടെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള ഈ സമസ്തയുടെ ബഹുജന കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകുന്ന ഈ സംവിധാനം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.